അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. ഇന്ന് നമ്മുടെ പഠനം മുതലും ക്ലാസ്സിൽ ഇസ്ഹാഖ് നമ്മുടെ പഴയൊരു സുഹൃത്താണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർഡ് എസ് ഐ ആണ്. ഈ ദീനീപരമായ കാര്യത്തിലെല്ലാം നമ്മളോടൊക്കെ സഹകരിക്കുന്ന ആളാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ തജ്വീദ് ഖുർആനിൻ്റെ നിയമം, പാരായണ നിയമമായ തജ്വീദ് പഠിക്കുന്നതിന് ഞങ്ങളുമായിട്ട് പലപ്പോഴും ബന്ധപ്പെടാറുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇന്ന് ഞങ്ങളൊരു ചർച്ച ചെയ്യുന്നത്, ഇന്നലെ ഞങ്ങളൊരു വുളുവുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ ആദ്യമേ അതായത് ഒരു വീഡിയോയുടെ മുമ്പിൽ ഇരിക്കുന്നത് ഈ ഒരു വിഷയത്തിന് വേണ്ടി മാത്രമായിരുന്നു. അതായത് ഞാൻ സ്വയം ഇരുന്നതല്ല. എൻ്റെ ഒരു സുഹൃത്ത് ഉസ്താദ് പിടിച്ചിരുത്തി എൻ്റെ ഒരു പറഞ്ഞു, ഉസ്താദെ എന്തായാലും നമ്മൾ ഒരുപാട് പാട്ടുകളും കവിതകളൊക്കെ മൂപ്പര് കേട്ടിട്ടുണ്ട്, എൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, അപ്പോൾ ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്നേരം എന്ത് ചെയ്തു, പെട്ടെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ ഓടി വന്ന ഈ പാട്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ലത്തീഫ് സാറിൻ്റെ ഈ മദ്രസാപരമായിട്ട് പഠിപ്പിക്കുന്ന ഒരുപാട് പാട്ടുകളുണ്ട് മദ്രസയിൽ. എന്താണ്, നമ്മൾ വുളൂ ചെയ്തിട്ട് സൂറത്തുൽ ഖദർ 3 ഓതിനെ പറ്റിയാണ്. അപ്പോൾ അത് വുളൂ ചെയ്ത് തീർന്ന് ഓതുമൂന്ന് സൂറത്തുൽ ഖദർ, ശുഹദാ സിദ്ദീഖ് അംബിയ ഇൻചാരയ പവർ, നീ വാഹനത്തിൽ കയറിയാൽ ഇത് ഓതണേ പതിവ്, ഈ അറിവ് കുറെ പേർക്ക് നീയും ചെയ്യണേ ഷെയർ. അപ്പൊ അതാണ് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത് അല്ലേ? അതെ. അപ്പൊ നമ്മൾ വുളു ചെയ്തിട്ട് ഒരു മനുഷ്യന്റെ വുളു പൂർണ്ണമാണെങ്കിലേ ആ നിസ്കാരത്തിൽ ആ മനുഷ്യന് ഖുശൂ കിട്ടത്തുള്ളൂ. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. വുളു പൂർണ്ണമെന്ന് പറഞ്ഞാൽ എന്താണ്? വുളുവിൻ്റെ ഫർളുകളും ഷർത്തുകളും സുന്നത്തുകളും പൂർണ്ണമായി പാലിച്ചുകൊണ്ട് കറാഹത്തുകളൊന്നും വരാതെ പരമാവധി സൂക്ഷിക്കുക. അപ്പം അങ്ങനെ ചെയ്തിട്ട് 2 കൈയും കണ്ണും മേൽപോട്ട് ഉയർത്താൻ ഒരേ ഒരു ദുആയിലേ പറഞ്ഞിട്ടുള്ളൂ. അതേതാണ്? വുളുവിന് ശേഷമുള്ള ദുആയിൽ മാത്രം. വേറൊരു ദുആയിലും കണ്ണ് മേൽപോട്ട് ഉയർത്താൻ പറഞ്ഞിട്ടില്ല. കൈ ഉയർത്താം, പക്ഷെ കണ്ണുയർത്താൻ പറഞ്ഞിട്ടില്ല. അപ്പം അത്രയ്ക്കും പ്രത്യേകിച്ച് അടയാളപ്പെടുത്തിയ ദുആയിൽ പെടുന്നതാണ് വുളുവിന് ശേഷമുള്ള ദുആ. ആ ദുആയെക്കുറിച്ച് മിക്ക പള്ളികളിലും എഴുതി വെച്ചപ്പോണ്ട്. ഈ ദുആ പതിവാക്കുന്നവർക്ക് സ്വർഗത്തിലെ 8 കവാടത്തിലൂടെയും കടക്കാൻ അവസരം അള്ളാഹു നൽകുമെന്ന്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ ചോദിക്കും, സ്വർഗം എത്ര ഉണ്ടെന്ന് ചോദിക്കും. അപ്പൊ പലരും പറയും മറന്നുപോകും. എത്രയാണെന്ന് അറിയാനൊക്കത്തില്ല. സ്വർഗം 8 കവാടമുണ്ട്. സ്വർഗത്തിന് 8 പദവികളാണ് സ്വർഗത്തിൽ. 8 സ്വർഗമുണ്ട്. അതേസമയം നരകം എത്ര? അള്ളാഹുത്തല 1 കുറച്ചിട്ടേക്കോ. എത്ര? 7 ഉള്ളൂ. അപ്പം ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ആ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയൊക്കെ പേരുകൾ നമ്മൾ ഇറക്കിയ പുസ്തകങ്ങളിലുണ്ട്. അപ്പം ഏറ്റവും ടോപ്പ് ഏതാന്ന് വെച്ചാൽ ഫിർദൗസുവാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ചേരാനുള്ളവർക്കുള്ള ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ചോദിക്കുമ്പോൾ ഏത് ചോദിക്കണം? ഫിർദൗസ് ചോദിക്കണം പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും സ്വർഗത്തിന് ഒരു മൂലയും മുക്കുമല്ല ചോദിക്കാൻ പറഞ്ഞത്. അപ്പൊ പിടിക്കുന്നെങ്കിൽ പുളിങ്കൈ പിടിക്കണം എന്ന് പറയത്തില്ല. എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഫിർദൗസ് ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ ദുആയ്ക്ക് വലിയ പവറുണ്ട്. അത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വലിയൊരു സുന്നത്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്താണ്? വുളു ചെയ്ത് തീർന്ന് ഓതുമൂന്ന് സൂറത്തുൽ ഖദർ, ശുഹദാ സിദ്ദീഖ് അംബിയ ഇൻചാരയ പവർ. ശുഹദ എന്ന് പറഞ്ഞാൽ ആരാ? ഷഹീദായവര്. ആ ഷഹീദായവരുടെ നേതാവ് ആരാണ്? ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു. അപ്പൊ ആ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹുവിനെ ഓർക്കണം നമ്മൾ ശുഹദ എന്ന് പറയുമ്പോൾ. ഇനി അടുത്തെന്താ പറയാ? ശുഹദാ സിദ്ദീഖ് അംബിയ ഇൻചാരയ പവർ. അത് രണ്ടാമത് പറഞ്ഞ എന്താണ്? സിദ്ദീഖീങ്ങൾ. അപ്പൊ ഒരാള് ഒരു ഇന്നാൻസൽ എന്തായാലും ഓതുകയാല് വുളു എടുത്തിട്ട്. അപ്പൊ അങ്ങനെ ഓതുന്ന ആൾക്ക് അയാൾക്ക് കിട്ടുന്ന എന്താണ്? ശുഹദാഇന്റെ പദവി. 1 ഓതുന്നത്. ഇനി ഇയാൾ 2 പതിവാക്കിയിട്ടുണ്ട്. 2 പതിവാക്കിയിട്ടുണ്ട്. ശുഹദാഇന്റെയും കിട്ടും, സിദ്ദീഖിന്റെയും കിട്ടും. സിദ്ദീഖിന്റെ പദവി ആരാണ്? നമ്മളെ പഠിപ്പിച്ചാരാ? മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ പദവിയിൽ ഉന്നതൻ. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പദവിയിൽ നമ്മൾ എത്തുന്നു. ഇനി മൂന്നാമത്, അപ്പൊ 2 ഓതുന്നവർക്കുള്ള സ്ഥാനമാണ് പറഞ്ഞത്. ഇനി മൂന്നാമത്തെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ശുഹദാ സിദ്ദീഖ് അംബിയ ഇൻചാരയ പവർ. അമ്പിയാക്കന്മാരുടെ സ്ഥാനം. അമ്പിയാക്കന്മാരുടെ സ്ഥാനം എന്താണ്?
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അമ്പിയാക്കന്മാരുടെ നേതാവാണ്. 1.25 ലക്ഷം ഒന്നും 2 ലക്ഷത്തിൽ പരം ഒന്നും പറഞ്ഞിട്ടുണ്ട് പണ്ട് ആ നബിമാര് വന്നിട്ടുള്ളത്, പ്രവാചകന്മാര്. അതിൽ ഏറ്റവും ശ്രേഷ്ഠരായവരാണ് 313 മുർസലുകൾ. അതിലും ശ്രേഷ്ഠരായവരാണ് ഖുർആനിൽ പറഞ്ഞ 25 പേര്. അതിലും ശ്രേഷ്ഠരായവരാണ് ആര്? 5 ഉലുൽ അസ്മുകൾ. അതിലും ഉന്നതരാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പ്രവാചകന്മാരും നമ്മളുടെ വ്യത്യാസം നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നല്ല. പ്രവാചകന്മാരെ അള്ളാഹു തആല ഓരോ സമുദായത്തിൽ നിന്നും തെരഞ്ഞെടുക്കുന്നവരാണ്. ആരാ തെരഞ്ഞെടുത്തത്? അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുണ്ട്. അള്ളാഹു തെരഞ്ഞെടുത്താൽ അള്ളാഹുവിന് തെറ്റു പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രവാചകനെയും ഉന്നത സ്ഥാനത്ത്, അതായത് പ്രവാചകനായിട്ട് നിയോഗിച്ചിട്ട് ഒരിക്കലും മാറ്റിയിട്ടില്ല. ആ പ്രവാചകന്മാരിൽ ലോകാവസാനം വരെയും നാളെ സ്വർഗത്തിലും പ്രവാചകന്മാർ തന്നെ. അപ്പൊ നമ്മൾ അവരെ ഇഷ്ടപ്പെടണ്ടേ? അപ്പൊ അവരെ ഇഷ്ടപ്പെടുന്ന ഒരു പദവിയാണ് ഏത്? ഈ സൂറത്തുൽ ഖദ്ർ ഓതുക. ഏതാ? ഓതുവിന് ശേഷം എത്ര എണ്ണം ഓതണം? 3 എണ്ണം കുറഞ്ഞു ഓതുക. ഇത് നമ്മൾ നോക്കിക്കോ, നമ്മൾ ഒരു പ്രസവിക്കപ്പെട്ട കുഞ്ഞിന്റെ നെറ്റിയിൽ പോലും ഏത് ഓതി കൊടുക്കണം? ഏത് ഓതി കൊടുക്കണം? ഇന്ന അൻസലിനെ ഓതി കൊടുക്കണം. ഖബറിലെ മണ്ണിൽ പോലും എന്തോ ഓതി കൊടുക്കണം. അപ്പൊ ഇന്ന അൻസലിനാണ് പവറും ഒക്കെ. അപ്പം ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് എല്ലാ വർഷവും നമുക്ക് റമളാനിൽ തരുന്നുണ്ട് അല്ലാഹ്. ഉണ്ടല്ലോ. പിന്നെ ഏത് ദിവസമാണ് പറയാൻ പറ്റത്തുമില്ല നമുക്ക്, ഇന്ന ദിവസമാണെന്ന്, അല്ലേ? അതിലോ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ഏതാന്ന് വെച്ചാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമാണ്. അപ്പൊ നമ്മൾ റബീഉൽ അവ്വൽ എന്ത് ചെയ്യണം? അതിന്റെ ഗൗരവം നമ്മൾ മുഖവിലക്കെടുത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹബ്ബത്ത് വർദ്ധിപ്പിക്കാൻ പറ്റിയ മാസമാണ് അവന് വരാൻ പോകുന്നത്, അല്ലേ? നമ്മൾ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യണം? ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓരോ കാര്യങ്ങൾ നമ്മൾ ചെറിയ രീതിയിലെങ്കിലും എന്ത് ചെയ്യുന്നു? ഒരു ദിവസമെങ്കിലും ഒരു ദഅവത്തെങ്കിലും നമ്മുടെ മക്കളോട് നടത്തണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനവും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.